നമസ്കാരം. ഇപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് മാല പറിക്കുക കഴുത്തിന് വിടുക. അതൊരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടാണ് വരുന്നത്. മിക്കവാറും മാല കഴുത്തിൽ കിടന്ന മറ പറിച്ചുകൊണ്ട് പോകും. മിക്കവാറും സ്ത്രീകൾക്കാണ് വരുന്നത്. പക്ഷേ സ്ത്രീകളാണെങ്കിലും നമ്മൾ ക്ലാസ്സിൽ അങ്ങനെ സ്ത്രീകളെ പഠിപ്പിക്കാറില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കാണിച്ചു തരികയാണ്. പക്ഷേ ഹെൽമെറ്റ് വെച്ചവൻ നമ്മുടെ മാല പറിച്ച് എന്ത് ചെയ്യും? അവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഹെൽമെറ്റ് വെച്ചാലും വെച്ചില്ലെങ്കിലും മർമ്മം അറിയുന്നവന് ഒരു പ്രശ്നമില്ല, അവൻ താഴെ വീണ് തന്നെ. അതൊക്കെ കാണിച്ചത് 2 മർമ്മസ്ഥാനമാണ് അവിടെ കളയുന്നത്. ഒന്ന് ഇത് കണ്ടോ, ഇത് നമ്മുടെ കണ്ണിൻ്റെ അവിടെയുള്ള എല്ലാണ്. ഇതിന് എല്ലിൻ്റെ മുകൾ ഭാഗം നോക്കിയേ, ഇത് ഉണ്ടോ ഉക്ഷേപം ഇതാണ്. അതിൻ്റെ താഴെ നോക്കിയേ, ശിരാശ്രയം. ഈ ഒരു അസ്ഥിയുടെ മുകളിലും താഴെയും 2 മർമ്മങ്ങളാണ്. അവിടെയാണ് നമ്മുടെ അടി കൊള്ളുന്നത്. അടി കൊണ്ട് ആൾ താഴെ വീഴുന്നത്. ഇതിന് മുകളിലേക്ക് കയറിയാൽ ആവർത്തങ്ങളിൽ അടി കൊള്ളും. ഈ സൈഡിലെ മർമ്മസ്ഥാനങ്ങളിലാണ് നമ്മുടെ അടി കംപ്ലീറ്റ് വരുന്നത്. അടി കൊണ്ടാൽ പോയി ആൾ താഴെ വീണു തന്നെ. പക്ഷെ മരിക്കില്ലല്ലോ. നമുക്ക് രക്ഷപ്പെടാൻ മാത്രമേ നമ്മളിതെല്ലാം ചെയ്യുന്നുള്ളൂ. ആളെ നമ്മൾ നശിപ്പിക്കുന്നില്ല. പക്ഷെ നമുക്ക് രക്ഷപ്പെടണം. ഇവൻ്റെ ബോധം പോകണം, കുറേ നേരം തറയിൽ വീണ് കിടക്കണം. അതിനുള്ള പണികളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ 2 മർമ്മസ്ഥാനങ്ങളും പ്രത്യേകം നിങ്ങളെ കാണിക്കുകയാണ്. ഞാനിങ്ങനെ മുൻപോട്ട് പോവുകയാണ്. പുറകോട്ട് പോകുമ്പോൾ ഹെൽമെറ്റ് വെച്ച ഒരു ആക്രമി, ആ ഹെൽമെറ്റ് വെച്ചിരിക്കുകയാണ് ഇയാൾ. ഇതാ കണ്ടേ, ഇതാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ആൾ. നോക്കി, അദ്ദേഹത്തിൻ്റെ പേരെന്നെ ഗോപൻ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഗോപൻ എന്നാണ്. പക്ഷേ എല്ലാം നമ്മുടെ സ്റ്റുഡൻസ് തന്നെ, ഈ ക്ലാസ്സിലുള്ള ആളാണ്. ഇപ്പോൾ ഇദ്ദേഹം എൻ്റെ മാലയ്ക്ക് പിടിക്കുകയാണ്. മാലയും ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് പിടിക്കുന്നത്. പക്ഷേ നോക്കി, ആരാണ്, സ്ത്രീകളായാലും പുരുഷന്മാരാണെങ്കിലും 2 കൈ ഉണ്ടല്ലോ, പിന്നെ ആരെ പേടിക്കാൻ? ഹെൽമെറ്റ് വെച്ച് അദ്ദേഹം കണ്ടോ, ഹെൽമെറ്റ് വെച്ചിരിക്കുന്നുണ്ടോ? അദ്ദേഹം ഹെൽമെറ്റ് വെച്ചു. ഇനി എൻ്റെ കഴുത്തിന് കഴുത്തിലല്ല, എൻ്റെ മാലയ്ക്ക് പിടിക്കാൻ പോകണം. മാല ഷർട്ടോട് കൂടിയാണ് പിടിക്കുന്ന ഇയാൾ. പക്ഷേ അതായത് ധൈര്യമായിട്ട് പിടിച്ച്, ശരിക്കും പറഞ്ഞാൽ മാല മാത്രമേ പിടിക്കുന്നുള്ളൂ. മാല മാത്രം ഒന്ന് പിടിച്ച്, ഈ മാല മാത്രം പിടിച്ച് കണ്ടോ, മാല മാത്രം പിടിക്കും തുണി. ഇത് മാല പറിക്കാൻ വേണ്ടി പിടിക്കുക, കണ്ടോ? ഇത് മാല പറിക്കാൻ വേണ്ടി പിടിച്ചിരിക്കുക. നമ്മളൊന്നും നോക്കണ്ട, മാല പിടിക്കുന്നു അല്ല പുറകെ പിടിച്ചു എന്ന് കണ്ട. നോക്കിയേ, വലത് കൈ അങ്ങ് ചുരുട്ടി, ഇടം കൈയാനാണ് ഇടത് കൈ ചുരുട്ടിയിട്ട് നേരെ ഒരു ചെറുതായിട്ടൊന്ന് തിരിയുന്നുണ്ടേ ഉള്ളൂ. കണ്ടോ, ഈ തിരിയുന്നതോടുകൂടി നമ്മുടെ ഹിപ്പ് ഒന്ന് തിരിയും. നോക്കിയേ, ശ്രദ്ധയോടുകൂടി ഇന്ന് ഹിപ്പ് ഒന്ന് കണ്ടോ, ഹിപ്പ് തിരിഞ്ഞിട്ട് ഒറ്റ അടിയാണ്. നോക്കിയേ, ശക്തിയിൽ അടിച്ചാൽ എൻ്റെ ശിഷ്യന് കേടുപറ്റും. അത് പറ്റിയില്ല, ഒരു കുട്ടിക്കും കേടുപറ്റാൻ സമ്മതിക്കില്ല. നോക്കിയേ സ്ലോവിൽ. ഇത് സ്ലോ അല്ല, നിങ്ങൾ അടിക്കുമ്പോൾ നല്ല ശക്തിയിൽ അടിക്കണം. കണ്ടോ, ഇത് ഇത്രയേ ഉള്ളൂ. കാരണം ഈ ഇടിയാണ്, ഇവിടെ ഇതിലേത് കൊണ്ടാലും ആൾ താഴെ പോകും, യാതൊരു സംശയവും വേണ്ട. ഹെൽമെറ്റ് നമുക്കൊരു പ്രശ്നമില്ല. ഹെൽമെറ്റ് വെച്ചാൽ അവരുടെ വിചാരം ഹെൽമെറ്റ് പോയി നീ ആണ്ട് തലയ്ക്ക് ഒന്നും കിട്ടിയില്ല എന്നാണ്. അറിയുന്നവൻ തലയ്ക്ക് ധൈര്യമായിട്ട് അടിക്കാം. അടിച്ചാൽ സാധാരണ തലയ്ക്ക് ഉള്ളുന്ന പോലെ തന്നെ ഹെൽമെറ്റ് വെച്ച് അടിച്ചാൽ അവൻ വീണിരിക്കും. അത് സംശയമില്ലാത്ത കാര്യമാണ്. ധൈര്യമായിട്ട് ചെയ്യുക. ഇതൊരു കുട്ടികളെല്ലാം പല ക്ലാസ്സിൽ വെച്ച് പലരെയും നിർത്തി ഞാനിത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാ അനുഭവം പറഞ്ഞാൽ ഒരു വെള്ളിടി പൊട്ടുന്ന മാതിരി. ഇവിടേക്ക് ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ ഒരു മിന്നലാണ് ചെവിക്കകത്തേക്ക് തലയ്ക്കുള്ളിലേക്ക് വരുന്നത്. ബോധം മറിഞ്ഞു പോകും, സംശയമില്ല. ഇതൊക്കെ നിങ്ങൾ കണ്ടുപഠിക്കുക. നന്ദി. ഇത് കണ്ട നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.